ചെന്നൈയിൽ സ്ത്രീയെ കൊന്ന് ബിരിയാണി വെച്ചു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം തുടങ്ങിയത് ചെന്നൈയിലാണ് എന്ന് കരുതുന്നു. ആ സംഭവത്തിൻ്റെ തുടക്കം തമിഴ്നാടിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന തമിഴ്നാട് എക്സ്പ്രസ്, അതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും പിന്നിലെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു സൂട്ട് കേസ് ചുവപ്പ് നിറം. ആ ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്രക്കാരനെ ഗ്വാളിയർ ചെന്നപ്പം ഈ സൂട്ട് കേസിൽ നിന്ന് മനുഷ്യരക്തം പോലെ ചിലത് വമിക്കുന്നത് കണ്ടു. നല്ല ദുർഗന്ധവും തോന്നി അദ്ദേഹത്തിന്. അപ്പം തന്നെ റെയിൽവേയിലുള്ളവരെ വിവരം അറിയിച്ചു. പക്ഷേ ഗ്വാളിയറിൽ നിന്ന് പെട്ടെന്ന് ട്രെയിൻ വിട്ടുപോയി. പിന്നെ ആ ട്രെയിൻ അത് ഡൽഹിയിലെ കൻറ്റോൺമെൻറ്റിൽ, ആഗ്ര കൻറ്റോൺമെൻറ്റിൽ അവിടെ പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ ഈ ബാഗ് അവിടെ ഇറക്കി. അത് തുറന്ന് പരിശോധിച്ച മനുഷ്യ ശരീരമാണ്. അത് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്നു. രക്തം ഒലിക്കുന്നുണ്ട്, ദുർഗന്ധം വമിക്കുന്നുമുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം തുടങ്ങി. അപ്പം ഈ സൂട്ട് കേസ് ചെന്നൈയിൽ നിന്നാണ് കയറ്റിയെന്ന് കണ്ടെത്തി. കഴിഞ്ഞ 17-ാം തീയതി തിങ്കളാഴ്ച ആണ് ചെന്നൈയിൽ നിന്ന് ഈ സൂട്ട് കേസ് കയറിയത്. അന്ന് വൈകിട്ട് അവിടെ നിന്ന് പോയ ട്രെയിനാണ്. ആ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സൂട്ട് കേസ് ഒരു പുരുഷനും ഒരു സ്ത്രീയും എടുത്തുകൊണ്ട് വരുന്നത്, പിടിച്ചുകൊണ്ട് വന്ന് കയറ്റി വെക്കുന്നത് CCTV ദൃശ്യത്തിൽ ചെന്നൈയിൽ നിന്ന് ലഭിച്ചു. ഇതിനെ സംബന്ധിക്കുന്ന കുറ്റം ചെയ്തത് ആരാണ് എന്ന് ഇപ്പം വ്യക്തമല്ല. ആരാണ് മരിച്ചതെന്നും വ്യക്തമല്ല. ഏതായാലും ചെന്നൈയിലെ റെയിൽവേ പോലീസ് ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അന്വേഷിച്ചപ്പം ചെന്നൈ ഗുഡുവഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ്, ഒരു വാടക കെട്ടിടത്തിൽ നിന്നാണ് 2 പേര് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്ന് കണ്ടെത്തി പോലീസ്. വാടക കെട്ടിടം പരിശോധിച്ചപ്പം അവിടെ ഒരു ബിരിയാണി വെക്കുന്ന പാത്രം കണ്ടു. ആ പാത്രം തുറന്ന് പരിശോധിച്ചപ്പം അതിനകത്ത് ബിരിയാണി ചോറും അവിടെ ഇറച്ചി വേവിച്ചതായിട്ടും കണ്ടു. അത് മനുഷ്യ ശരീരമാണെന്ന് കണ്ടെത്തി. ആ വീട് പരിശോധിച്ചപ്പം വീടിൻ്റെ അവിടെ ഇവിടെ ചില രക്തപ്പാടുകൾ കണ്ടു. അവിടെ കെട്ടിത്തൂക്കിയിട്ട നിലയിൽ ഒരു കയറും കണ്ടു. പക്ഷേ കുറേ ശരീരഭാഗങ്ങൾ വീട്ടിലെ ആ ബിരിയാണി വെച്ച പാത്രത്തിനകത്തും പിന്നീട് സൂട്ട് കേസിനുമാണ്. ഏതായാലും സൂട്ട് കേസ് തുറന്ന് കൻറ്റോൺമെൻറ്റിൽ പരിശോധിച്ചപ്പോൾ ആ സൂട്ട് കേസ് ചെന്നൈയിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് വെച്ചത്. അതിൻ്റെ ലോഗോയും കിട്ടിയിട്ടുണ്ട്. അത് ചെന്നൈയിൽ തന്നെ ലോഗോയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് CCTV ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഒരു ലേഡിയും ഒരു പുരുഷനും സ്ത്രീയും കൂടി ഈ ബാഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ നിന്ന് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് വെക്കുന്നതും ഒക്കെ കണ്ടു. ഇതിൽ ആ വീട് വാടകയ്ക്കെടുത്ത ആളെ കണ്ടെത്തിയിട്ടില്ല. ആരാണ് എന്നറിയില്ല. വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. അത് ഒരു പുരുഷനും സ്ത്രീയും അവിടെ നിന്നായിരിക്കണം ഈ ബാഗുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ആരെ കൊന്നുവെന്നും വ്യക്തമല്ല. മനുഷ്യ ശരീരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. DNA എന്തായാലും പോസ്റ്റ്മോർട്ടമൊക്കെ ലഭിച്ച ശരീരഭാഗത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അത് ചെയ്യുകയും ചെയ്തു. ചെന്നൈയിൽ ലഭിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം ചെന്നൈയിലും നടത്തി. ആഗ്രയിലും 2 സ്ഥലത്തും ശരീരഭാഗങ്ങൾ ഒന്നാണോ ഇല്ലയോ എന്ന് ഇനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിന് DNA മനുഷ്യ ശരീരമാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ആരുടെയാണ്, ഒരാളുടെയാണോ 2 വ്യക്തികളുടെയാണോ എന്താണെന്നും വ്യക്തതയില്ല. ഈ മനുഷ്യ ശരീരത്തിലെ ചെന്നൈയിൽ കണ്ടതും അല്ലെങ്കിൽ ആഗ്രയിൽ കണ്ടതും ആ ശരീരഭാഗത്തിന് തല എങ്ങും കണ്ടില്ല. അത് ചെന്നൈയിലും കണ്ടെത്താൻ പറ്റിയില്ല. അത് ആഗ്രയിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
മനുഷ്യ ശരീര ഭാഗങ്ങൾ മാത്രമാണ്. ഇതിപ്പം റെയിൽവേ പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. ഇത് ഡെഡ് ബോഡി ആരുടെ ശരീരഭാഗം എന്ന് കണ്ടെത്തണം. അത് മനുഷ്യ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വാർത്തകൾ വരുന്നത്. എങ്കിലും മനുഷ്യ ശരീരം മെയിലാണോ ഫീമെയിലാണോ എന്ന് കണ്ടെത്തണം. തല കിട്ടിയിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയാമായിരുന്നു. പക്ഷേ തല ഈ 2 സ്ഥലത്തും ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അത് മറ്റൊരു സ്ഥലത്തും ആളെ അറിയാതിരിക്കാൻ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കൊലപാതകം ചെയ്തവർ പ്രതീക്ഷിച്ചത് ഇത് കൻ്റോൺമെൻറ്റിൽ ഇത് ഇറക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടങ്ങളിലെ അന്വേഷണം പോകുള്ളൂ എന്നേ കരുതിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അതേസമയത്ത് ഇത് ചെന്നൈയിൽ വന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് മർഡർ ചെയ്ത് ഇത് ഡെസ്പാച്ച് ചെയ്ത് കളഞ്ഞതാണോ എന്നും അറിയില്ല. ആരെയാണ് കൊന്നത്, സ്ത്രീയാണെന്നുള്ള സാധ്യതയാണ് ഇപ്പം പറയുന്നത്. അതുകൊണ്ട് ആ സ്ത്രീ ചെന്നൈക്കാരിയാണോ അത് മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള സ്ത്രീയാണോ, ഈ പ്രതികൾ ആരാണ്, ഇതിലേക്കൊന്നും ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഇന്ത്യയിലെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം സ്ത്രീയെ കൊല്ലുന്നതല്ല, തലയില്ല, രണ്ടാമത് മനുഷ്യ ശരീര ഭാഗങ്ങൾ ബിരിയാണി വെച്ച പാത്രത്തിനകത്ത് ബിരിയാണി ചോറിൻ്റെ ഒപ്പം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര ക്രൂരമായ ഒരു കൊലപാതകം ആണിത്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇതുവരെയൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ആളെ ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്താനും കഴിയുള്ളൂ. അതോ ഒരാളുടെ തന്നെ മനുഷ്യ ശരീരഭാഗങ്ങളാണോ അതോ 2 പേരുടെയാണോ ഒന്നും നമുക്കറിവില്ല. അതിലേക്കൊക്കെ പോലീസ് വരണം. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ 2 ഒരേ മനുഷ്യ ശരീര ഭാഗങ്ങളാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു കൊലപാതകമേ ഒരാളെ കൊന്നിട്ടുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഗ്വാളിയറിൽ വെച്ച ഒരാൾ ആണ് ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു യാത്രക്കാരൻ. അയാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിനകത്ത് നിന്ന് രക്തം വമിക്കുന്നതും ഒഴുകുന്നതും അതോടൊപ്പം തന്നെ ദുർഗന്ധം വരുന്നതും ആ വിവരം റെയിൽവേ അറിയിച്ച്, പക്ഷേ ട്രെയിൻ വിട്ടുപോയതുകൊണ്ട് പിന്നീട് ആഗ്രയിൽ അത് ഇറക്കി അത് പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരും എന്നാണ് കാണുന്നത്.